ക്യാപ്റ്റൻസി നോമിനേഷന് ശേഷം ജാൻമണിക്ക് ഹർട്ടായ ആ കാര്യം പറഞ്ഞതിനെ തുടർന്ന് ജാസ്മിനും നോറയും അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ആരാണത് പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ലെങ്കിൽ അതിവിടെ പറയണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നോറ ചാടിത്തുള്ളി കുറേ നടക്കുന്നുണ്ട്. ജാസ്മിൻ അത് എന്നെ നോക്കിക്കൊണ്ടാണ് പറഞ്ഞതെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് രണ്ടുപേരും. പവർ ടീം പറഞ്ഞു, മറ്റു മെമ്പേഴ്സൊക്കെ പറഞ്ഞു അവർക്ക് അത് പറയണം, ഒരു സങ്കടം പറഞ്ഞതാണ്, ഇനി ആവർത്തിക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്, വലിയ പ്രശ്നം ഉണ്ടാക്കാനല്ല. ആരാണ് പറഞ്ഞതെന്ന് പുറത്ത് പറയാൻ ജാൻമണിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പറഞ്ഞവർ ശ്രദ്ധിച്ചാൽ മതി എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ഇവർ രണ്ടുപേരും അടങ്ങുന്നില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് വീണ്ടും വിളിപ്പിച്ചത്. ഇത് സെൻസിറ്റീവാണ്, ഇതിന് കൂടുതൽ ചർച്ച ചെയ്യേണ്ടെന്ന് പറയാൻ വേണ്ടി വിളിപ്പിച്ചതാണ്. ആ വിളിപ്പിച്ചിരിക്കുന്ന സമയത്ത് ജാസ്മിനോട് സിബിൻ ചോദിക്കുന്നുണ്ട്, നിനക്കത് ആരാണെന്ന് അറിയണമെന്ന് ചോദിക്കുക. അപ്പോൾ ജാസ്മിൻ പറഞ്ഞാൽ എനിക്കറിയണമെന്ന് പറയും. സിബിൻ പറയും എനിക്ക് സൗകര്യമില്ല പറയാൻ, നിന്നോട് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും നല്ലോണം കൊമ്പ് ഓർക്കുന്നുണ്ട്. ജാസ്മിന് കണ്ണെടുത്താൽ സിബിനെ കണ്ടുകൂടാ. സിബിനാണെങ്കിൽ ജാസ്മിനെ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നുള്ളത് രീതിയിൽ നടക്കുകയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഗെയിം. അപ്പം ഇങ്ങനെ പറഞ്ഞതിനിടയിൽ ജാസ്മിനോടുള്ള ആ ഒരു ദേഷ്യം കാരണം സിബിൻ എന്തോ മോശമായിട്ടുള്ള ഒരു ആംഗ്യം കാണിച്ചു. ഇങ്ങനെ നടുവിരൽ പൊക്കി കാണിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ലൈവിൽ അതെന്താണെന്ന് പെട്ടെന്ന് കണ്ടിട്ടില്ല. അത് ആ സീൻ പെട്ടെന്ന് പോയി. പക്ഷേ ജാസ്മിൻ അത് കണ്ടു. ജാസ്മിൻ്റെ അടുത്തിരുന്ന അഭിഷേക് ജയദീപും കണ്ടു എന്നാണ് പറയുന്നത്. അഭിഷേക് ജയദീപും പറഞ്ഞു ഞാനും കണ്ടു എന്ന്. അപ്പോൾ തന്നെ സിബിൻ അക്സെപ്റ്റ് ചെയ്തു. ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അതിൻ്റെ ശിക്ഷ ഏൽക്കാൻ ഞാൻ തയ്യാറാണ്, ജാസ്മിനോട് സോറിയും പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ജാസ്മിനോട് സോറിയും പറഞ്ഞു. പക്ഷേ ആ സോറി സ്വീകരിക്കാൻ പോലും ജാസ്മിന് മനസ്സിലായിരുന്നു. എല്ലാം ചെയ്തു വെച്ചിട്ട് സോറി പറഞ്ഞിട്ട് പിന്നെ എന്താ കാര്യമൊന്നും. അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുണ്ട്. ഏതായാലും പവർ ടീം അപ്പോൾ തന്നെ ശിക്ഷ വിധിച്ചിട്ടുണ്ട്. പണിഷ്മെൻറ്റ് വിധിച്ചിട്ടില്ല, സിബിനെ കൊണ്ട് സോറി പറയിപ്പിച്ചു. അതുപോലെ തന്നെ ഇനി പണിഷ്മെൻറ്റ് എന്തായാലും താനത് ചെയ്തു കൊള്ളാമെന്ന് സിബിനും പറഞ്ഞിട്ടുണ്ട്. താൻ ചെയ്തത് തെറ്റാണ് എന്ന് അപ്പോൾ തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തെറ്റ് അംഗീകരിക്കുക എന്നുള്ളൊരു ക്വാളിറ്റി ജാസ്മിനില്ല. എന്ത് തെറ്റ് ചെയ്താലും ജാസ്മിൻ അത് അംഗീകരിച്ച് കണ്ടിട്ടില്ല. അതിന് വിപരീതമായിട്ട് സിബിന് അത് അവിടെ നിന്ന് തന്നെ അത് അക്സെപ്റ്റ് ചെയ്തു, ജാസ്മിനോട് സോറിയും പറഞ്ഞു.